അപ്പോൾ ഞാൻ അടുത്ത വർഷക്കാരാണ്. ഞാൻ രാജേഷിനെ ഒട്ടിയുള്ളൂ. ബലറാമിന്റെ ആൾക്കാരാണ്. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇവിടെ LDF അല്ലാതെ വേറെ ആര് വെച്ചിട്ട കാര്യം? VD സതീശൻ മുഖ്യമന്ത്രിയാവും. ബലറാം. MP രാജേഷാണ് സാധ്യത കാണുന്നത്. മുൻതൂക്കം കാണുന്നത് ബലറാമിനാണ്. വികസനം ഇപ്പം എന്താ എല്ലായിടത്തും വികസനം ഉണ്ടല്ലോ. എന്ത് വികസനം ഇവര് കണ്ടമാനം കട്ടുകൂട്ടിയിട്ടല്ലാണ്ട് എന്ത് വികസനം അവര് ചെയ്യുന്നത്? ഇവിടെ വികസനം ഉണ്ട്, നന്നായി വികസനം ഉണ്ട്. ഇപ്പോൾ 5 കൊല്ലമായിട്ട് വികസനം മോശമാണ്. ഇപ്പോൾ നല്ല വികസനമല്ലേ ഇവിടെ, മറ്റത് വെറും പാട്ട് മാത്രമല്ലേ ഉള്ളൂ. മാറ്റം വന്നാ നല്ലത്. കുറെയൊക്കെ ചാനലുകാരും ഇതൊക്കെ ചെയ്യണത് നല്ല കാര്യം. അയ്യപ്പന്മാരെ തൊട്ട് എല്ലാ കാര്യങ്ങളും ഒരുപാട് മോശത്തരെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. വീണ ജോർജ് എന്നൊരു വൃത്തികെട്ട മന്ത്രിനെ കൊണ്ട് കൂപ്പൂത്തി കിടക്കും. ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും, അത്ര ഇപ്പം നമുക്ക് പറയാൻ കഴിയും. ഇലക്ഷൻ അയക്കണോ? ഇപ്രാവശ്യം തൂക്കാണ്, നീയാണോ ഞാനാണോ എന്ന് പോട്ടിയിൽ കാണാം. പറയപറ്റ പന്തലുകുലത്തിന്റെ ഐതിഹ്യമുറങ്ങുന്ന VT ഭട്ടതിരിപ്പാടിന്റെ സാമൂഹ്യ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച തൃത്താല കേരളത്തിൽ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഏറ്റവും തീപാർന്ന പോരാട്ടം നടക്കുന്ന, കനത്ത പോരാട്ടം നടക്കുന്ന ഹോട്ട് സീറ്റുകളിൽ ഒന്നാണ് തൃത്താലയും. ആയിരത്തി 1965 മണ്ഡലം രൂപീകൃതമായത് മുതൽ ഇരു മുന്നണികളും കൊണ്ടും കൊടുത്തും പോരാട്ടം നടന്ന തൃത്താല രൂപം കൊണ്ടപ്പോൾ സംവരണ മണ്ഡലമായിരുന്നു തൃത്താല. CPM നേതാവായ ET കുഞ്ഞനായിരുന്നു ആദ്യ MLA. പിന്നീട് 1970 ദളിത് നേതാവായ വെള്ള ഈച്ചറിലൂടെ കോൺഗ്രസ് മണ്ഡലം പിടിക്കുന്നു. 77 സംവരണത്തിൽ നിന്ന് മാറി ജനറൽ സീറ്റ് ആയപ്പോൾ K ശങ്കരനാരായണൻ, കോൺഗ്രസിന്റെ നേതാവായ K ശങ്കരനാരായണനായിരുന്നു തൃത്താലയിൽ നിന്ന് സഭയിലേക്ക് എത്തിയത്. CPMന്റെ 20 വർഷത്തെ കോട്ടയാണ് VT ബലറാമിലൂടെ കോൺഗ്രസ് തകർത്തതെങ്കിൽ കോൺഗ്രസിന്റെ മണ്ഡലം തിരിച്ചുപിടിച്ചു എന്ന 10 വർഷത്തെ ആത്മവിശ്വാസം അതിന് തകർത്തുകൊണ്ടാണ് MP രാജേഷ് എത്തുന്നത്. MP ആയിരുന്ന MP രാജേഷിനെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM ചുമതലപ്പെടുത്തിയപ്പോൾ മൂന്നാം വിജയം പ്രതീക്ഷിച്ചിരുന്ന VT ബലറാമിന്റെ അടിപതറി. 3016 അത്രയും വോട്ടുകൾക്കാണ് MP രാജേഷ് VT ബലറാമിനെ പരാജയപ്പെടുത്തുന്നത്. ഇനി VT ബലറാം ജയിച്ച ആദ്യത്തെ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ 2011 തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇത്ര തന്നെ ഭൂരിപക്ഷത്തിനായിരുന്നു, അതായത് 3297 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു VT ബലറാം മണ്ഡലം പിടിച്ചെടുത്തത്. 2016 തിരഞ്ഞെടുപ്പിൽ 10,000-ലധികം ഭൂരിപക്ഷം നേടിയാണ് VT ബലറാം നിലം മെച്ചപ്പെടുത്തിക്കൊണ്ടായിരുന്നു മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി 2026 എന്ത് സംഭവിക്കും? MP രാജേഷ് നിലം മെച്ചപ്പെടുത്തി സ്ഥാനമുറപ്പിക്കുമോ, അതോ VT ബലറാം തിരിച്ചു വരുമോ? ഇപ്പോൾ ഞാൻ അടുത്ത വർഷക്കാരാണ്. ഞാൻ രാജേഷിനെ ഒട്ടിയുള്ളൂ. വികസനം ഇപ്പം എന്താ എല്ലായിടത്തും വികസനം ഉണ്ടല്ലോ. ഇപ്പോൾ വെള്ളേക്കല്ല് ഭാഗത്തിന് വികസനമുണ്ട്, തൃത്താല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വികസനമുണ്ട്. ഇനി ജയിക്കും തോൽക്കണൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോയി. ഞാൻ രാജേഷിനെ ഒട്ടി. മൂന്നാം ഭരണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊരു വോട്ടുണ്ട്, അത് ആർക്ക് വേണമെങ്കിലും നമ്മൾ ചെയ്യും. ചിലപ്പോൾ നമ്മളെ സുഹൃത്താണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യും, അല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ പാർട്ടി നോക്കി ചെയ്യൂല. താല്പര്യം അപ്പോൾ എന്താ താല്പര്യം അതേ ചെയ്യും. മാറ്റം വന്നാൽ നല്ലത്. രാഷ്ട്രീയം ഉണ്ടായിരുന്നു, എല്ലാം ഒഴിവാക്കിയതാ. കാരണം ഒരു കാര്യമില്ല, എന്ത് രാഷ്ട്രീയം. VD സതീശൻ മുഖ്യമന്ത്രിയാവും. ബലറാം. വികസനം മോശമാണ്. ഇപ്പോൾ മന്ത്രിയായിരിക്കെയുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണത്തിനാണ് MP രാജേഷ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ MP രാജേഷ് വോട്ട് തേടുമ്പോൾ സംസ്ഥാന തലത്തിലുള്ള പദവികൾ കാരണം മണ്ഡലത്തിൽ അത്ര തന്നെ സജീവമാവാൻ പറ്റിയില്ല എന്നുള്ള ആരോപണം മണ്ഡലത്തിലുള്ളവർ ആരോപിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് പ്രധാന വെല്ലുവിളിയായിരിക്കും. ഇവിടെ സാധ്യത വെച്ച് നോക്കുകയാണെങ്കിൽ ബലറാമിനായിട്ട് കാണാനുള്ളത് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ ഒരുപാട് അഴിമതികളും കാര്യങ്ങളൊക്കെ അല്ലേ. അയ്യപ്പന്മാരെ തൊട്ട് എല്ലാ കാര്യങ്ങളും ഒരുപാട് മോശത്തരെല്ലാം അവർ ചെയ്തിട്ടുള്ളത്. ഭക്തർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുത്തുന്ന കാര്യങ്ങളല്ലേ. എന്ത് വികസനം ഇവര് കണ്ടമാനം കട്ടുകൂട്ടിയിട്ടല്ലാണ്ട് എന്ത് വികസനം അവർ ചെയ്യുന്നത്? അവർ പണക്കാരാണ്. പാർട്ടിയുടെ ആൾക്കാരൊക്കെ വലിയ വലിയ അവരുടെ നേതാക്കന്മാർ മുഴുവൻ പണം ഉണ്ടാക്കുന്നു. ബാക്കി സാധാരണക്കാർക്ക് എന്താ കൊടുക്കുന്നത്? എന്താ ഒരു പുരോഗതി കൊണ്ടുവന്നിട്ടുള്ളത്? 2021 തോൽവിക്ക് ശേഷവും VT ബലറാം മണ്ഡലത്തിൽ സജീവമായിരുന്നു. ജനപ്രിയ നേതാവ് എന്നുള്ള പ്രതിച്ഛായ അദ്ദേഹത്തിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ 2021 തോൽവി അദ്ദേഹത്തിന് ഇപ്പോഴും കനത്ത വെല്ലുവിളി തന്നെയാണ്. 2021 നഷ്ടപ്പെട്ട ആ വോട്ടുകൾ തിരിച്ചുപിടിക്കാനാവുമോ? അതാണ് ഇപ്പോൾ കോൺഗ്രസ് നോക്കുന്നത്. തൃത്താലയിൽ ഇപ്രാവശ്യം രാജേഷ് ജയിക്കുന്നില്ല. ഇപ്പോൾ ശബരിമല വിഷയമായാലും ശരി, പൊതുവേ ഉള്ള മറ്റുള്ള കാര്യങ്ങളായാലും ശരി, എല്ലാം എടുത്തു കഴിഞ്ഞാൽ പരാജയം തന്നെ. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പരാജയം തന്നെ. പിന്നെ ഇപ്രാവശ്യം മന്ത്രിസഭ നോക്കിയാലും മഹാലമ്പാണ്. പിന്നെ ശബരിമല വിഷയമൊക്കെ അതൊരു വേറൊരു ഫാക്റ്റാണ്. നമ്മുടെ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത്, കൊറോണ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തണം. ആ സാഹചര്യമല്ല ഇന്ന്. അന്ന് അത്രയും നല്ല ഒരു ഇതിൽ കൊണ്ടുവച്ചതിന് വീണ ജോർജ് എന്നൊരു വൃത്തികെട്ട മന്ത്രിനെ കൊണ്ട് കൂപ്പൂത്തി കിടക്കും. 2021 അപ്രതീക്ഷിതമായ തിരിച്ചടിക്ക് ശേഷം നടന്ന 2 തിരഞ്ഞെടുപ്പുകൾ
ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും. ഇത് രണ്ടും UDF-നെ സംബന്ധിച്ചിട്ട് വലിയ ആശ്വാസമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ പൊന്നാനി മണ്ഡലത്തിന്റെ ഭാഗമായ തൃത്താലയിൽ അബ്ദുസമദ് സമദാനി നേടിയത് 59,820 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. കോൺഗ്രസ് മിക്കവാറും ജയിക്കും തോന്നുന്നു. ഞങ്ങൾ ബലറാമിൻ്റെ ആൾക്കാരാണ്. MP രാജേഷാണ് സാധ്യത കാണുന്നത്. ഇവിടെ വികസനം ഉണ്ട്, നന്നായി വികസനം ഉണ്ട്. ഇപ്പോൾ 5 കൊല്ലമായിട്ട് നല്ല വികസനം ഉണ്ടായി. ഇപ്പോൾ വലിയ മറ്റേ ഇവിടെ തൃത്താലയിൽ കംപ്ലീറ്റ് വികസനം ഉണ്ട്. ഇപ്രാവശ്യം നല്ലൊരു മത്സരമെന്ന് വിചാരിക്കാം. രാജേഷിന് തന്നെയാണ് കൂടുതൽ സാധ്യത വരുന്നത്. ബലറാമിനുണ്ടായിരുന്നു, നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ രാജേഷിനാണ് കൂടുതൽ. ഇവിടെ MP രാജേഷിന് നല്ല വികസനമല്ലേ ഇവിടെ. മറ്റത് വെറും പാട്ട് മാത്രമല്ലേ ഉള്ളൂ. എല്ലാ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും എത്തുന്ന ആളാണ്. മറ്റത് വടായി മാത്രമേ ഉള്ളൂ. അത്ര തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലവും UDF-നെ സംബന്ധിച്ചിട്ട് വലിയ ആശ്വാസമായിരുന്നു. 8 പഞ്ചായത്തുകൾ, തൃത്താല മണ്ഡലത്തിലുള്ള 8 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകളും UDF-ന്റെ കൈവശമാണ് ഇപ്പോഴുള്ളത്. 3 പഞ്ചായത്തുകളിൽ മാത്രമാണ് LDF-ന് ഭൂരിപക്ഷം നേടാനായത്. ഇത് UDF ക്യാമ്പിന് നൽകുന്ന ആശ്വാസവും ആത്മവിശ്വാസവും ചെറുതല്ല. മുൻതൂക്കം കാണുന്നത് ബലറാമിനാണ്. അത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് LDF-ന്റെ ഭരണം കൊണ്ട് തന്നെ. ഭഗവാൻ ആരും വേണ്ട, അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, ഏട്ടനും ആരും വേണ്ട എന്ന് പറഞ്ഞ് വനം കാട്ടിൽ പോയിട്ട് അതിലിരുന്നു. അവിടെയും പോയിട്ട് ജനങ്ങൾ ശല്യം ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. രാജേഷ് ജയിക്കുന്നതാണ് തോന്നുന്നത്. കൂടുതൽ പ്രവർത്തനങ്ങളും രാജേഷിന്റെ നല്ലപോലെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ LDF-നാ സാധ്യത. ഇവിടെ LDF അല്ലാതെ വേറെ അത് വെച്ചിട്ട് കാര്യം. ഈ പെൻഷനും അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ അത് മതിയല്ലേ. ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും, അത്ര ഇപ്പം നമുക്ക് പറയാൻ കഴിയും. അൺപ്രഡിക്റ്റബിൾ ആണ്. നല്ല പ്രവർത്തനങ്ങളാണ്, വളരെ എന്താ പറയുക, സൗഹൃദപരമായിട്ടുള്ള നീക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആസ് എ പാർട്ടി, അപ്പോൾ അത് പാർട്ടി ബേസിലാവുമ്പോൾ വ്യക്തികൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ലല്ലോ. എന്നാൽ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള മന്ത്രിമണ്ഡലത്തിലെ പ്രചരണത്തിലൂടെ വീണ്ടും ആ കോട്ട നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. എന്നാൽ വികസന മുരടിപ്പും ഭരണവിരുദ്ധ വികാരവും മുൻനിർത്തിയാണ് BT ബൽറാം കളത്തിലിറങ്ങിയിരിക്കുന്നത്. ടൈറ്റാണ്, അതിൽ ആരാ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സ്ഥിതിക്ക് നോക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് സാധ്യത. പ്രചരണമാണ് വരുമ്പോഴാണ് ഇനി മാറ്റത്തും വരിക, പറയാൻ പറ്റില്ല. MP രാജേഷ് ജയിക്കും, സംശയമില്ല. പിന്നെ പല ആകെ കുറേയൊക്കെ ചാനലുകാരും ഇതൊക്കെ ചെയ്യണത് അത് കാര്യം. ശബരിമല വിഷയം ഇത് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ ഒന്നും വലിയ വിഷയമൊന്നുമില്ല. ഇപ്പോൾ ഈ പറയേണ്ടതൊക്കെ ഇപ്പോൾ ഇതൊന്നും ആർക്കൊന്നും വിചാരിക്കുന്നില്ല. അങ്ങനെ എന്താ പറയാ. മണ്ഡലത്തിലെ NDA വോട്ടുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 2011 5000-ലധികം വോട്ടുകൾ മാത്രമാണ് നേടിയതെങ്കിൽ 2021 ആയപ്പോഴത്തേക്കും വലിയ തോതിൽ നില മെച്ചപ്പെടുത്തി 12,000-ലധികം വോട്ടുകൾ കരസ്ഥമാക്കാൻ NDA സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു. 2021 മൊത്തം വോട്ടിന്റെ 8% വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥി നേടിയത്. ഇത് തുടർന്നാൽ, ഇതിൽ വോട്ടിംഗ് ശതമാനം മെച്ചപ്പെടുത്തിയാൽ, അങ്ങനെ വരികയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും അത് ഇരു മുന്നണികളെയും ബാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ന്യൂനപക്ഷ ഏകീകരണവും സാമുദായിക ഘടകങ്ങളും ഉൾപ്പെടെ ജയസാധ്യതയെ തീരുമാനിക്കുന്ന മണ്ഡലം, അതായത് ഓരോ വോട്ടും വിധി നിർണ്ണയിക്കുന്ന തൃത്താല മണ്ഡലം. ഇവിടെ ആര് വീഴും, ആര് വാഴും, ആരുടെ കോട്ടയാവും, അത് കാത്തിരുന്ന് തന്നെ കാണണം.